വളരെ മോശം മറുപടിയാണ്. സ്വന്തം ഇമേജിനപ്പുറം ചരിത്രപരമായിട്ടോ വസ്തുതാപരമായിട്ടോ കാര്യങ്ങൾ പറയാൻ കഴിയാത്ത ഒരു നേതാവാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാനുള്ള ഒരു വേദിയായി അവിടെ അദ്ദേഹം സ്ഥലത്തെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് എണ്ണി പറഞ്ഞ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം അവിടെ നിൽക്കുന്നു. ബാലക് ബുദ്ധി, സൈക്കിളിൽ നിന്ന് വീണ കുട്ടി കരയുന്നത് പോലെ ആ കുട്ടിയെ സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും കാണിച്ച് ചിരിപ്പിക്കാൻ ശ്രമിക്കും. അതുപോലെയുള്ളൂ രാഹുൽ ഗാന്ധി എന്നാണ് പറയുന്നത്. രാജ്യം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും എന്നോട് ഇന്നയാൾ പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയപ്പോൾ ഇന്നയാൾ പറഞ്ഞു എന്നാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നത്. കാരണം ഓരോ രാജ്യത്തിനും ഉടനീളം സഞ്ചരിച്ചുകൊണ്ട് ഓരോ ആളുകളോടും സംസാരിച്ച് അവർ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മുന്നിലുണ്ട്. ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ അതാണ് പറഞ്ഞത്. അഗ്നിവീറുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു അഗ്നിവീറിൻ്റെ കുടുംബം പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. ആ കണക്കുകൾ ഈ പറഞ്ഞ മാതിരി നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല എന്ന കണക്കുകൾ വെച്ച് സമർത്ഥിക്കാൻ പറ്റും, ശരി തന്നെ. പക്ഷേ അതിലപ്പുറം അഗ്നിവീർ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അഗ്നിവീറിൻ്റെ റിക്രൂട്ട്മെൻറ്റിന് ഇപ്പോൾ ആളുകൾ എത്തുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം പലയിടത്തും നിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്, പല മാധ്യമങ്ങളിലും വന്നിട്ടുള്ള വാർത്തകളാണ്. അപ്പോൾ അഗ്നിവീർ നല്ല പദ്ധതിയാണെന്നല്ല ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ പോലും സൈന്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വിശദീകരിക്കുമ്പോൾ റിഫോംസിലാണ് സൈന്യം എന്നാണ് പറയുന്നത്. അഗ്നിവീർ എന്നതിന് കള്ളം എന്ന് പറയുമ്പോഴും സൈന്യത്തിൽ റിഫോംസ് ആവശ്യമുണ്ട്, അതിൻ്റെ നടപടികളിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നല്ല രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് തുറന്ന് സമ്മതിക്കൽ കൂടിയാണ്. ചോദ്യങ്ങൾക്ക് കൃത്യം മറുപടിയില്ല, ചരിത്രത്തെ വളച്ചൊടിക്കുക. കളവ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് മോദിയാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് മറുപടി പറയുമ്പോൾ നോക്കൂ, തെരഞ്ഞെടുപ്പിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ തോൽവിയാണ് എന്നാണ് ഇന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. 303 നിന്ന് 240 വന്നിരിക്കുന്ന BJP സഖ്യകക്ഷിയുടെ ഔദാര്യത്തിൽ ഭരിക്കുന്ന മോദി കോൺഗ്രസിനെ പരാന്നഭോജി എന്ന് വിളിക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ വിളിക്കാൻ പറ്റുക? മാത്രമല്ല, ഇപ്പോൾ അഴിമതിയെക്കുറിച്ച് പറയുമ്പോൾ രാജ്യം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അഴിമതി എന്താണ്? ഈ രാഹുൽ ഗാന്ധി പാർലമെന്റ് തുടങ്ങുന്ന ഘട്ടത്തിൽ പറഞ്ഞത് എന്താണ്? നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ചേർന്ന് നല്ല വിശദമായൊരു മറുപടി വിദ്യാർത്ഥികൾക്ക് നൽകണം. അവർ ആശങ്കയിലാണ്, അവരെ സമാധാനിപ്പിക്കുന്ന ഒരു മറുപടി പാർലമെന്റിൽ നിന്ന് വേണമെന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ പേരിലാണ് പ്രതിപക്ഷം ഇത്രയും ദിവസം പ്രശ്നമുണ്ടാക്കിയത്. നീറ്റിൽ ഒരു ശക്തമായി എന്നാൽ എന്താണ് നീറ്റിൽ എന്താണ് നടന്നിട്ടുള്ളതെന്ന് കൃത്യമായി എപ്പോഴെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് പ്രതികരണം ഉണ്ടായിട്ടുണ്ടോ? CBI അന്വേഷിക്കുന്നു എന്ന് പറയുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് ഇതുവരെ തുറന്ന് സമ്മതിക്കുന്ന ഒരു പ്രതികരണം കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്ന വിഷയം, കോടികളുടെ അഴിമതി നടന്ന വിഷയം, അവിടെയാണ് 10 വർഷം മുമ്പ് കോൺഗ്രസ് തന്നെ സമ്മതിച്ച UPA കാലത്ത് അഴിമതിയാണ് ഞങ്ങളുടെ പരാജയത്തിനിടയാക്കുന്നത്. അവർ തന്നെ സമ്മതിച്ച കാര്യം വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമില്ല പാർലമെൻറ്റിൽ. ഇവരുടെ കാലത്ത് മുൻപ് നടന്ന അഴിമതിയല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് മറുപടിയില്ല. അത് മറുപടി പറയുന്നതിന് പകരം കോൺഗ്രസിനെ പരാന്നഭോജി എന്ന് വിളിക്കുക. മോദിയേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ ജയിച്ച പ്രതിപക്ഷ നേതാവ്, 2 മണ്ഡലങ്ങളിൽ നിന്ന് ജയിച്ച പ്രതിപക്ഷ നേതാവിനെ ബാലക് ബുദ്ധി എന്ന് പറഞ്ഞ് അപഹസിക്കുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാഞ്ഞിട്ട് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം പറഞ്ഞത് മറ്റേ ബയോളജിക്കൽ ജന്മമല്ല എന്ന് പറഞ്ഞു. അതേ മറ്റുള്ള കാര്യമാണ് പെരുന്നാൾ സമയത്ത് ഗാസയിൽ യുദ്ധം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നെതന്യാഹുവിനെ വിളിച്ചു പറഞ്ഞ് നിർത്തിക്കുകയായിരുന്നു എന്നാണെന്ന് പറഞ്ഞത്. RSകാർക്കും BJPക്കാർക്കും രോമാഞ്ചമുണ്ടാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കൈയ്യടി നേടുന്നു. നോക്കൂ, ഇന്നലെ എങ്ങനെയാണ് സ്പീക്കർ പെരുമാറുന്നത് എന്ന് രാഹുൽ ചിത്രങ്ങൾ സഹിതമൊക്കെ പിന്നെ ആ വാർത്ത വന്നല്ലോ. തനിക്ക് കൈ തന്നപ്പോൾ നിവർന്നു നിന്നും, മോദിക്ക് കൈ തന്നപ്പോൾ കുനിഞ്ഞു നിന്നും. ഇന്ന് പാർലമെന്റിൽ തന്നെ മോദി സംസാരിക്കുന്ന ഘട്ടത്തിൽ സ്പീക്കറുടെ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ചെയറിനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം ഒന്ന് ഇളകും, ഇരിക്കാൻ പറ്റുന്നില്ല ആ ബഹുമാനം കൊണ്ട്. ഇങ്ങനെ ഒന്ന് ഇളകി നിൽക്കുക, ഓരോ കാര്യത്തിന് ഇടയ്ക്കിടയ്ക്ക് ചെയറിനെ അഭിസംബോധന ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ ഒന്ന് പൊന്തും. എന്തൊരു ആ മുഖത്തുള്ള ആ ഒരു ഭാവം എന്ന് പറയുന്നത്, വിധേയത്വം, മുഖത്തെ വിധേയത്വം. ഈ ആവേശം എന്നുള്ള സിനിമയില് മറ്റേ ഫഹദ് ഫാസിൽ പാട്ടില്ലേ, ആ പാട്ടില് അതെ ആ ഒരു നോക്കുമ്പോൾ ഈ വിടർന്ന ഒരു മുഖവുമായി ഇരിക്കും. അങ്ങനെ ഒരു അതല്ലേ ആ ഭാവം, വിധേയത്വത്തിന്റെ ഭാവമാണ്. ആ ഭാവത്തിന് മാറ്റാൻ പറ്റുന്നില്ല. അതേസമയം പ്രതിപക്ഷത്ത് പറയുമ്പോൾ മുഖം കടുപ്പിക്കുന്ന കാണാമായിരുന്നു. പ്രതിപക്ഷ നേതാവ് സംസാരിക്കും, മുഖം കടുപ്പിക്കുക മാത്രമല്ല, ഇത് മോദിക്ക് വേണ്ടി രാഹുൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ 14 കട്ട് ചെയ്ത് കളഞ്ഞല്ലോ അല്ലേ? മുൻപ് കഴിഞ്ഞ പാർലമെന്റ് സമയത്ത് അദാനിക്കെതിരെ പറഞ്ഞെടുത്ത് 18 ഭാഗങ്ങളാണ് എടുത്തു കളഞ്ഞത്. അപ്പോൾ ഇന്നലെ മൊഹമ്മദ് പറഞ്ഞു, ഒന്ന് കേട്ടിട്ട് പോകൂ, പ്രതിപക്ഷം പറയുന്നൊന്ന് കേട്ടു. മുഹമ്മദ് പറഞ്ഞു ഇന്നലെ ഓർക്കുന്നില്ലേ? അപ്പോൾ പ്രതിപക്ഷത്തിന് പറയുന്നതിന് കൃത്യമായി അതിന് മറുപടി പറയാൻ പറ്റും. ഇന്നിപ്പോൾ കശ്മീരിനെ 370 എടുത്ത് മാറ്റിയതിനെക്കുറിച്ച് അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. ഈ അഭിമാനത്തോടു കൂടി എന്താണ് കശ്മീരിൽ മത്സരിക്കാതിരുന്നത്? എന്താണ് ധൈര്യമില്ലാതിരുന്നത്?
അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അഴിമതിയുടെ കാര്യത്തിൽ സീറോ ടോളറൻസ്. ഇന്ത്യ കണ്ട ഏറ്റവും സംഘടിതമായ അഴിമതി എന്താണ്? ഇലക്ട്രൽ ബോണ്ട്. അവിടെ റെയ്ഡ് നടക്കുന്നു, സ്ഥാപനങ്ങൾ BJPക്ക് ഫണ്ട് നൽകുന്നു, കേസില്ലാതാവുന്നു. ഇത്തരത്തിലുള്ള പിടിച്ചുപറി നിയമവിധേയമായി നടപ്പാക്കാൻ ശ്രമിച്ച നേതാവാണ് ഇവിടെ അഴിമതിയെക്കുറിച്ച് പറയുന്നത്. അധികാരത്തിൻ്റെ ശക്തി ഉപയോഗിച്ചല്ലാതെ ഒരു വിഷയത്തെ നേരിടാൻ മോദിക്ക് കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇന്നിപ്പോൾ പറഞ്ഞ മറ്റ് ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കളവുകൾ. നെഹ്റു അംബേദ്കറുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പിന്നെ ജഗ്ജീവൻ റാം പ്രധാനമന്ത്രി ആകാതിരിക്കാൻ ശ്രമിച്ചു. സീതാറാം കേസരിയോട് കാണിച്ചത് മോശം. സീതാറാം കേസരിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോഴും എന്താ പറയുക, ഗാന്ധി കുടുംബത്തിൽ നിന്ന് വരണമെന്നുകൊണ്ട് സോണിയാഗാന്ധി അന്ന് വന്ന ഘട്ടത്തിലാണ് അദ്ദേഹം പിന്നാക്കം പോയത്. പിന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ജാതി സംവരണത്തെക്കുറിച്ചും ഒക്കെ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ഒരു ദളിത് നേതാവാണെന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ജാതി സംവരണത്തെക്കുറിച്ച് പ്രതിപക്ഷം ശക്തമായി പറയുമ്പോൾ, കോൺഗ്രസ് ശക്തമായി പറയുമ്പോഴാണ് അതിനെ തള്ളാൻ വേണ്ടി അംബേദ്കറിനെയൊക്കെ എടുത്തു പറയുന്നത്. അംബേദ്കർ കോൺഗ്രസ്സേ ആയിരുന്നില്ല എന്ന യാഥാർത്ഥ്യം അവിടെ ഉണ്ടല്ലോ. ഗാന്ധിയെ വരെ അംബേദ്കർ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ നെഹ്റു ഒതുക്കുകയല്ല. നെഹ്റു ചെയ്ത് അദ്ദേഹത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനാക്കുകയാണ്. നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അഭിപ്രായ ഭിന്നതകളെ തുടർന്ന് മന്ത്രിസഭയിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഒതുക്കുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന് ഈ ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് അദ്ദേഹം പോവുകയാണ് ചെയ്തത്. ഹിന്ദു വ്യക്തി നിയമങ്ങൾ പരിഷ്കരിക്കുന്ന നിയമത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് അദ്ദേഹം ഇറങ്ങിയത്. പിന്നെ മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. ഇതൊക്കെ ഇത്രയും കളവ് ഇന്ന് പാർലമെൻറ്റിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാവ് കളവ് പറയുന്നു എന്ന് പറയുന്നത്. ചരിത്രം അറിയാത്തവരെ ഇനിയും വിഡ്ഢികളാക്കാൻ പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ മാറ്റിയാൽ മാത്രം പോരാ. ഇത് അറിയുന്ന ആളുകൾ ഇത് വിളിച്ചു പറയും. ഇനിയാവുന്ന പാർലമെൻറ്റിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ എന്താ പറയുക, പ്രതിപക്ഷ നേതാവിനെ ഇന്ന് ബാലക് ബുദ്ധി എന്ന് വിളിച്ചു, നാളെ പറയാനുള്ള പേര് കണ്ടുപിടിച്ച് വരേണ്ടി വരും. ഈ ദിവസങ്ങളിൽ ഇനി കാര്യങ്ങൾ പഠിച്ച് പ്രതിപക്ഷം അതിശക്തമായ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ എല്ലാ ദിവസവും ഈ പ്രതിപക്ഷത്തെ അപഹസിച്ചുകൊണ്ട് അല്ലെങ്കിൽ കോൺഗ്രസിനെ പരിഹസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അത്ര എളുപ്പമായിരിക്കില്ല. എല്ലാത്തിനുമുപരി പ്രധാനമന്ത്രിക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പിറ്റേ ദിവസം പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ ഉന്നയിച്ചിട്ട് പിറ്റേ ദിവസം വന്നിട്ട് 2.25 മിനിറ്റ് എടുത്താണെങ്കിൽ, അല്ല, ഒരു 2 മണിക്കൂർ 15 മിനിറ്റ് എടുത്താണെങ്കിലും മറുപടി പറയേണ്ടി വന്നു. Meet the editors.